ഹായ്. അങ്ങനെ നമ്മുടെ IPL 2026 ഈസ് ഒഫീഷ്യലി ഹിയർ. സോ നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇക്കൊല്ലം RCB രണ്ടാമത് കപ്പ് എടുക്കുവോ, ഇല്ലെങ്കിൽ മുംബൈ ഓർ ചെന്നൈ അവരുടെ ആറാമത്തെ ടൈറ്റിൽ എടുക്കുവോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ടൈറ്റിൽ കിട്ടാത്ത പുതിയ ടീംസ് ലൈക്ക് ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ്, LSG ഇവരാരെങ്കിലും കപ്പെടുക്കുവോ? ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ആൻഡ് പോകെ പോകെ ഓരോ മാച്ചിന്റെയും ഓരോ റിവ്യൂ ആയിട്ടും കാര്യങ്ങളുമായിട്ടും നമുക്കിത് ഡിസ്കസ് ചെയ്യാം. എനിക്ക് എന്റെ മൈൻഡിൽ ഒരു ടോപ്പ് 4 ഓൾറെഡി ഉണ്ട്. അത് ഓപ്ഷൻ കഴിഞ്ഞ ടൈമിൽ ഞാൻ ഫിക്സ് ചെയ്തതാണ്. നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഓരോ മാച്ച് കഴിയും തോറും ഞാൻ പറയാം, ഇവൻ എന്റെ ടോപ്പ് 4 ഉള്ളതാണ്, ഇവരുടെ ചാൻസ് ഇതാണ് എന്നുള്ള രീതിക്ക് നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാം. അതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ. അതിനു മുമ്പ് IPL-ന് മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് പോകെ പോകെ മാറ്റി പറഞ്ഞ് ആ ഒരു രീതി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ IPL മാച്ചിന്റെ അന്ന് തന്നെ ഇടാന്ന് വെച്ചത്. കാരണം ഒരുപാട് അനലിറ്റിക്സ് ഒറ്റയടിക്ക് നമുക്ക് ആർക്കും വേണ്ട കാര്യമില്ല. ഇത്രയും പല ചാനൽസും അങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചതാണ്. അതാണ് ഞാൻ മാച്ച് ഡേ അനലിറ്റിക്സ് ആയിട്ട്, അതായത് പ്ലേയിങ് 11 ഡിസ്കഷൻ. കാരണം നിങ്ങളിൽ പലർക്കും ഒരു ഇപ്പൊ ഡ്രീം ലെവലിൽ ടീം ഇടാനാണെങ്കിലും എന്തായിരിക്കും മാച്ചിൽ നടക്കാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും പ്ലേയേഴ്സ് ആയിട്ട് ഇറങ്ങാൻ പോകുന്നത്, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലായിരിക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നത്. ആൻഡ് ഞാൻ കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ എന്റെ സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഓപ്ഷൻസ് കാര്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. സോ ആരൊക്കെ ടീമിൽ വന്നിട്ടുണ്ടെന്ന് ഫോക്കസ് ചെയ്ത് എല്ലാ ടീമിന്റെയും സ്ട്രാറ്റജി കണക്കിലെടുത്ത് അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും കണക്കിലെടുത്തിട്ട് ഞാൻ തന്നെ ഒരു ബെറ്റർ പ്ലേയിങ് ലെവൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് വർക്ക്ഡ് ഔട്ട് റിയലി വെൽ. ആൻഡ് സംടൈംസ് അറിയാലോ, അത് 100% നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സോ അത് കാരണം അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ 2-3 കൊല്ലം എനിക്കിത് നന്നായിട്ട് വർക്ക്ഔട്ട് ആയപ്പോൾ ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്, ഈ കൊല്ലം മുതൽ എന്തായാലും നന്നായിട്ടൊരു വീഡിയോ ഇടണം. സോ എന്റെ തോട്ട്സ് നിങ്ങളിലേക്ക് റീച്ച് ചെയ്യിക്കുക. ആൻഡ് വി ബോത്ത് ക്യാൻ ഡിസ്കസ് ഇൻ യു ഗൈസ് ക്യാൻ കമന്റ് ഇറ്റ് ആൻഡ് വി ക്യാൻ ഡിസ്കസ്. ഇറ്റ് വിൽ ബി എ ഹെൽത്തി ഡിസ്കഷൻ ആഫ്റ്റർ ഓൾ. ആൻഡ് ഇന്നത്തെ മാച്ചിന് ശേഷം നാളെ ഞാൻ ഇന്നത്തെ മാച്ചിന്റെ ഒരു അനലിറ്റിക് വീഡിയോയും നെക്സ്റ്റ് മാച്ചിന്റെ ഒരു പ്ലേയിങ് ലെവനുമായിട്ട് ഒരു വീഡിയോ ഞാൻ നാളെ ഇടാം. അങ്ങനെ IPL 2026 ഈ സീസൺ ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് IPL 2026 അനലിറ്റിക്സ്. ആൻഡ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സംഗതി. ഓക്കെ. ആൻഡ് ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ടുഡേസ് മാച്ച് ബിക്കോസ് RCB ആൻഡ് SRH എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കൊല്ലത്തെ IPL ചാമ്പ്യൻസ് ആണ് RCB. ആൻഡ് ഫസ്റ്റ് മാച്ച് തന്നെ SRH-നെ കൊണ്ടുവന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിഞ്ഞ കൊല്ലമല്ല, അതിന് മുമ്പത്തെ കൊല്ലം മുതൽ SRH കളിക്കാൻ വരുമ്പോ എല്ലാവരും പരസ്യം കൊടുക്കുന്ന ഒരേ ഒരു കാര്യമാണ്, 300 റൺസ് അടിക്കുമോ, 2020-ലെ ആദ്യത്തെ 300 പിറക്കുമോ? ആ ഒരു ചോദ്യം ഒന്നുകൂടി ബലപ്പെടുത്താനും IPL ക്യാമ്പയിനിങ്ങിന് പക്ക ബൂസ്റ്ററും ആയിരിക്കും IPL ഫസ്റ്റ് മാച്ച് RCB വേഴ്സസ് SRH. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാച്ച് നടക്കാൻ പോകുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. ആൻഡ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഡയമെൻഷനാണ്. സോ പ്ലേയേഴ്സ് ക്യാൻ ഈസിലി ഹിറ്റ് സിക്സസ് ആൻഡ് ദ ബൗണ്ടറീസ് വിൽ ഫ്ലോ. ഇതാണ് അവിടുത്തെ ഒരു നേച്ചർ. ഇറ്റ്സ് എ ബാറ്റിംഗ് പാരഡൈസ്. സോ രണ്ട് ഘടാഘടിയന്മാരായിട്ടുള്ള ടീമുകൾ, അതായത് ബാറ്റിംഗിൽ അത്രയും മികച്ചു നിൽക്കുന്ന രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി എ ഹൈ സ്കോറിംഗ് മാച്ച്. അതാണ് എക്സ്പെക്ടേഷനും. ആ ഒരു എക്സ്പെക്ടേഷൻ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഫസ്റ്റ് മാച്ച് വന്നപ്പോൾ RCB വേഴ്സസ് SRH എന്നൊരു ഇതിലേക്ക് എത്തിയത്. പ്രീവിയസ് ഹെഡ് ടു ഹെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 13-11 ആണ് SRH ടു RCB. അതായത് 13 മാച്ച് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 13 മാച്ചസിൽ SRH ജയിക്കുകയും 11 മാച്ചസിൽ RCB ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ SRH-ന് ആ ഒരു കാര്യത്തിൽ ഒരു മുൻതൂക്കമുണ്ട്. മാത്രമല്ല ഹോം ഗ്രൗണ്ടിൽ RCB-യുടെ പരാജയങ്ങൾ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ RCB is weak in their home ground. And can they repeat it? I don't think so. Because ആൻഡി ഫ്ലവറിനെ പോലെ ഒരു കോച്ച് ഉള്ളപ്പോ ഒരേ മിസ്റ്റേക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പുള്ളി ശ്രമിക്കത്തില്ല. ദേ വാണ്ട് ടു ഇംപ്രൂവ്. സോ ഒരിക്കലും ഒരു മോശം പ്രകടനത്തിലോട്ടോ ഒരു മോശം കളിയിലോട്ടോ ഇത് പോകത്തില്ല. ഉറപ്പായിട്ടും ഇതൊരു നെക്ക് ടു നെക്ക് ഗെയിം ആയിരിക്കും ഫസ്റ്റ് ഗെയിം തന്നെ. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ഓവർ ത്രില്ലറിലെ തീരത്തുള്ളൂ. ഇത് പറയാനായിട്ടൊരു കാര്യമുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ RCB സ്റ്റാമ്പേഡ്, അതായത് RCB-യുടെ സെലിബ്രേഷൻ അടക്കം ഒരു 11 ഫാൻസ് മരിച്ചു പോയായിരുന്നു. ആൻഡ് ഇറ്റ്സ് എ ഹാർട്ട്ഫുൾ തിങ് ഫോർ ഓൾ ഓഫ് us. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം അത്രയും നല്ലൊരു 18 കൊല്ലത്തിന് ശേഷം ഒരു കപ്പടിച്ചിട്ട് ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് സംഭവിച്ചത്. ആൻഡ് ഓഫ് കോഴ്സ് ദ ഫ്രാഞ്ചൈസി ഈസ് ഓൾസോ ഫീലിംഗ് ഗിൽറ്റ്. സോ ഞാൻ എന്റെ ടോപ്പിക് അതല്ല.
അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരു മാച്ച് പോലും നടന്നിട്ടില്ല. ഒരു മാച്ച് പോലും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രയും എന്താ പറയാ, ഒരു ടോപ്പ് ക്ലാസ് മാച്ച് എന്തായാലും അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പിച്ച് നല്ല ഗ്രീനറിയാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ് വിൽ ബി ബാറ്റിംഗ് പാരഡൈസ് ആൻഡ് 300 ഈസ് എക്സ്പെക്ടഡ്. 300 ഈസ് എക്സ്പെക്ട് 300 റൺസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളുടെ 11 പിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പോവുകയോ ചെയ്യരുത്. ബട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ഒരു സൈസും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് രണ്ട് ടീംസും 200 കടക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നുണ്ടെങ്കിലും ബോളേഴ്സ് നന്നായിട്ട് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ 200ലേക്ക് എത്താനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ആൻഡ് ദെയർ കംസ് ദ ബട്ട്. നമുക്ക് എന്തായാലും പ്ലേയിങ് 11 ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റില് നമുക്ക് SRH തുടങ്ങാം. SRHന്റെ ഒരു ടോപ്പ് 5 ഓൾറെഡി ടോപ്പ് 5 to 7 ഐ തിങ്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പ് 5 to 7 ആണ്. അതായത് ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇവർ രണ്ടുപേരും ആയിരിക്കും ഓപ്പണേഴ്സ്. ഇഷാൻ കിഷൻ അറ്റ് 1 down. ആൻഡ് ഈ കൊല്ലത്തെ ഓപ്ഷനിൽ അവർ അത്യാവശ്യം നല്ല പൈസ മുടക്കിയിട്ടാണ് ലിയാം ലിവിങ്സ്റ്റൺ ടീമിലേക്ക് എടുത്തത്. സോ ലിയാം ലിവിങ്സ്റ്റൺ വിൽ പ്ലേ അറ്റ് number 4 rather than I think he will be more efficient in number 4 rather than playing in number 5 or 6. കാരണം അദ്ദേഹം ഒരു ഫിനിഷർ അല്ല. ഹീസ് നോട്ട് ലൈക്ക് എ ഫിനിഷർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഹീസ് എ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ. ആൻഡ് പഞ്ചാബ് കിങ്സിന് വേണ്ടി അദ്ദേഹം കളിച്ച സമയത്ത് ആ number 4 പൊസിഷനിലാണ് അദ്ദേഹം നന്നായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വർത്ത്. സോ ലിയാം ലിവിങ്സ്റ്റൺ പ്ലേയിങ് അറ്റ് number 4 ആൻഡ് ഹെൻറിച്ച് ക്ലാസൻ അറ്റ് number 5. That will be a perfect top 5. ആൻഡ് ഈ ടോപ്പ് 5നെ ബാലൻസ് ചെയ്യുന്ന രീതിക്ക് ഇവർക്കൊരു എന്താ പറയാ, ഫിനിഷേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ബട്ട് ദേ ആർ യങ്സ്റ്റേഴ്സ്. ഇവരുടെ കേപ്പബിലിറ്റിക്ക് പറ്റിയ ഫിനിഷേഴ്സ് അല്ലെങ്കിൽ പോലും ഐ മീൻ ഹെൻറിച്ച് ക്ലാസനെയും അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ് ഈ ഒരു ബാറ്റിംഗ് പവർ താങ്ങി നിർത്താൻ പറ്റിയ ഒരു ഫിനിഷേഴ്സ് അല്ല അവർക്കുള്ളത്. ബട്ട് ദേ ഹാവ് ദെയർ ഓൺ ഫിനിഷേഴ്സ് ആൻഡ് ദേ ആർ ഡൂയിങ് റിയലി ഗുഡ് ജോബ്. ആൻഡ് number 6 ഈസ് അനികേത് വർമ്മ. കഴിഞ്ഞ കൊല്ലത്തെ IPL കണ്ട ആർക്കും അനികേത് വർമ്മയെ മറക്കാൻ വഴിയില്ല. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇൻ ദ ഡെത്ത് ഹീസ് ഡൂയിങ് ഹിസ് ജോബ് റിയലി വെൽ. ആൻഡ് number 7 as usual നിതീഷ് കുമാർ റെഡ്ഡി. ആൻഡ് the biggest blow, SRG is not having their captain Pat Cummins. അദ്ദേഹത്തിന് പരിക്ക് മൂലം അദ്ദേഹം SRH ഒഫീഷ്യലി പറഞ്ഞത് ആദ്യത്തെ ഒരു ഫ്യൂ മാച്ചസ് 2-3 മാച്ചസിന് പാറ്റ് കമ്മിൻസ് കാണത്തില്ല എന്നുള്ളതായിരുന്നു. ബട്ട് പാറ്റ് കമ്മിൻസ് തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് സീസണിന്റെ പകുതി ആകുമ്പോഴേ പാറ്റ് കമ്മിൻസ് ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യത്തുള്ളൂ കളിക്കാനായിട്ട് എന്നുള്ള കാര്യം. ആൻഡ് ഇറ്റ് ഈസ് ഒഫീഷ്യൽ. സോ പാറ്റ് കമ്മിൻസ് ഇല്ലാതെ ഈ ടീം എത്രത്തോളം ശക്തരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ വൺ ഹു ഈസ് ലീഡിംഗ് ദ ടീം ഈസ് ഇഷാൻ കിഷൻ. ആൻഡ് ഈ കൊല്ലത്തെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ജാർഖണ്ഡിന് വേണ്ടി എടുത്തു കൊടുത്ത മുതലാണത്. സോ ക്യാപ്റ്റൻസി വൈസ് ദർ ഇസ് നോ പ്രോബ്ലം. ബട്ട് പാറ്റ് കമ്മിൻസിനെ പോലെ ഒരു ടെയിലന്റ് ഫിനിഷ് കൊടുക്കാനും അദ്ദേഹത്തെ പോലെ ബോൾ ചെയ്യാനും പറ്റിയ ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് അവരുടെ ടീമിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് സത്യം. ബ്രൈഡൻ കാർഡ്സ് ഈസ് ആൻ ഓപ്ഷൻ. ബട്ട് ബ്രൈഡൻ കാർഡ്സിനെ കാട്ടിയും നന്നായിട്ട് എനിക്ക് തോന്നുന്നു അവരുടെ ടീമിന് നല്ലൊരു ബോളിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശൻ മലിംഗ തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ വിത്ത് ഈശൻ മലിംഗ. സോ ടോപ്പ് 7 നമ്മൾ പറഞ്ഞു. ആൻഡ് വി ക്യാൻ ഗോ ടു ദ ബോളേഴ്സ്. number 8 വിൽ ബി ഹർഷ് ദുബെ. ഹർഷ് ദുബെ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ബാറ്റിംഗ് സ്കിൽസും കുറച്ചുകൂടി ഉള്ളത് കൊണ്ട് തന്നെ ഹി ക്യാൻ ബി അറ്റ് number 8, ഹർഷൽ പട്ടേൽ അറ്റ് number 9, ശിവം മവി അറ്റ് number 10 ആൻഡ് ഈശൻ മലിംഗ അറ്റ് number 11 ആൻഡ് സീഷൻ അൻസാരി as the impact sub. സീഷൻ അൻസാരി ആൻഡ് അനികേത് വർമ്മ ആർ ദ ഇമ്പാക്ട് സബ്സ്. ഇപ്പോ ആദ്യമേ ഹൈദരാബാദിന് ബോളിംഗ് ആണെങ്കിൽ സീഷൻ അൻസാരി 11 ഉണ്ടാവും. ബാറ്റിംഗ് വരുമ്പോഴത്തേക്കും ആയിരിക്കും അനികേത് വർമ്മ വരുന്നത്. ബാറ്റിംഗ് ആണെങ്കിൽ അനികേത് വർമ്മ 11 ഉണ്ടാവും. സീഷൻ അൻസാരി ആയിരിക്കും ഇമ്പാക്ട് സബ്. ഇതായിരിക്കും ഇവരുടെ ഒരു സ്ട്രാറ്റജി. സോ ഈ ഒരു ടീം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പിന്നേഴ്സ് സീഷൻ അൻസാരി, ഹർഷ് ദുബെ, ലിയാം ലിവിങ്സ്റ്റൺ, അഭിഷേക് ശർമ്മ, ക്വൈറ്റ് ഗുഡ്. 4 സ്പിന്നേഴ്സ് ഉണ്ട്. ആൻഡ് കം ടു ദ പേസേഴ്സ്, ഈശൻ മലിംഗ, ശിവം മവി ആൻഡ് Harshal Patel, Nitish Kumar Reddy, and 4 pacers and 4 spinners. It's a good sign, but it's not at all good because നമുക്കറിയാം നല്ലൊരു ബോളിംഗ് ലൈനപ്പ് ഇവർക്ക് ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ മുഹമ്മദ് ഷമിയെ പോലെ നല്ലൊരു ബോളറിനെ മാറ്റി ശിവം മവിയെ പോലെ ഒരു ബോളറിനെ ഓപ്ഷനിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ള കാര്യം. ഐ ഡോണ്ട് നോ വൈ. പക്ഷെ അവരുടെ ടീമിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മുഹമ്മദ് ഷമിയുടെ ബോളിംഗ് ഒത്തുപോയി കാണത്തില്ല. അതായിരിക്കും. ആൻഡ് ദേ ട്രസ്റ്റഡ് മോർ ഇൻ ശിവം മവി ബിക്കോസ് പാറ്റ് കമ്മിൻസ് ഇതിനു മുമ്പ് കൊൽക്കത്തയിൽ വർക്ക് ചെയ്ത സമയത്തും
ശിവമവിയെ നന്നായിട്ടാണ് റേറ്റ് ചെയ്തേക്കുന്നത്. സോ മേ ബി ദാറ്റ്സ് ദ തിങ്, ഐ ഡോണ്ട് നോ. ആൻഡ് ഇതിന്റെ അകത്ത് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേയിങ് ലെവൻ എല്ലാം ഓക്കെയാണ്. ബട്ട് ഇവരുടെ മെയിൻ ബോളർ ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ജയ്ദേവ് ഉനഡ്കട്ട്. വിൽ ഹി ബി പാർട്ട് ഓഫ് ദിസ് 11? I don't think so, honestly, because the reason is that ജയ്ദേവ് ഉനഡ്കട്ട് ഓർ ശിവം മവി, ഞാനിത് കുറെ ചിന്തിച്ച കാര്യമാണ്. എന്തുകൊണ്ട് ജയ്ദേവ് ഉനഡ്കട്ടിനെ പ്ലേയിങ് ലെവലിൽ വന്നൂടാ? കഴിഞ്ഞ കൊല്ലം അവരുടെ മെയിൻ ബോളർ തന്നെയായിരുന്നു ജയ്ദേവ് ഉനഡ്കട്ട്. കാരണം പലരും ക്ലച്ച് പിടിക്കാതിരുന്ന സമയത്ത് ജയ്ദേവ് ഉനഡ്കട്ട് ഭയങ്കര എക്കണോമിക്കൽ ആയിരുന്നു. സോ ജയ്ദേവ് ഉനഡ്കട്ടിന് ടീമിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട് എന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലുക്ക് അറ്റ് ദ ചിന്നസ്വാമി പിച്ച്, അത് കുറച്ചുകൂടി ഗ്രീനറിയാണ്. സോ നമ്മൾ ബോൾ ചെയ്യുന്ന സമയത്ത് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീം മൂവ്മെന്റ് ഉണ്ടാവും ആൻഡ് സ്വിങ് ചെയ്യാനായിട്ടുള്ള ചാൻസും കൂടുതലായിരിക്കും. സോ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയ ഒരു ബോളറാണ് വേണ്ടത്. ആൻഡ് ഉനഡ്കട്ടിന്റെ ബോളിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ലെഫ്റ്റ് ആം കൊടുക്കുന്ന ഒരു ആംഗിളും അദ്ദേഹത്തിന്റെ കട്ടേഴ്സും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഹീസ് ആൻ എക്കണോമിക്കൽ ബോളർ. ഒരു ഈ സ്റ്റാർട്ടിങ്ങിലെ വന്ന് ഒരു ഇമ്പാക്ട് കൊടുത്ത് ഒരു വിക്കറ്റ് എടുക്കാൻ പറ്റിയ ഒരു ബോളർ അല്ല ജയ്ദേവ് ഉനഡ്കട്ട്. ബട്ട് ശിവം മവിയെ നോക്കുവാണെങ്കിൽ ഹി ക്യാൻ ക്ലിക്ക് അപ് ടു 140+. ആൻഡ് അദ്ദേഹത്തിന് ഇപ്പോൾ സീം മൂവ്മെന്റ് ഉള്ള പിച്ചിലാണെന്നുണ്ടെങ്കിൽ സ്വിങ് കൊണ്ടുവരാൻ പറ്റും. സോ ഏർലി ഓഫ് ദ വിക്കറ്റ്, അതായത് പവർ പ്ലേയിൽ വിക്കറ്റ് ടേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബോളറാണ് ശിവം മവി. ഈ ഒരു ടീമിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് ഈശൻ മലിംഗ, ഹർഷൽ പട്ടേൽ ടു ബോൾ ദ പവർ പ്ലേ, ബോൾ ദ ഡെത്ത്. സോ അവർക്ക് എന്താ പറയാ, ശിവം മവിയെ പോലെ ഒരു ബോളറെയാണ് ആവശ്യം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പ്ലേയിൽ ബോൾ ചെയ്യാനായിട്ട്. ജയ്ദേവ് ഉനഡ്കട്ട് പവർ പ്ലേയിൽ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കാട്ടിയും വളരെ വലുതായിരിക്കും ശിവം മവി പവർ പ്ലേയിൽ കൊടുക്കുന്ന ഒരു ഇമ്പാക്ട്. സോ ശിവം മവി വിൽ ബി ദ പവർ പ്ലേ ബോളർ ഫോർ ദം ആൻഡ് നോട്ട് ജയ്ദേവ് ഉനഡ്കട്ട്. ജയ്ദേവ് ഉനഡ്കട്ട് എന്തായാലും ഇന്നത്തെ കളിയിൽ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാൻ ചാൻസ് ആർ റിയലി ലോ. ആൻഡ് ഈശൻ മലിംഗ, ഞാൻ പറയാനായിട്ടുള്ള കാര്യം, ചുരുക്കം ചില ശ്രീലങ്കൻ പ്ലേയേഴ്സിന് മാത്രമേ NOC കൊടുത്തിട്ടുള്ളൂ. കാരണം ശ്രീലങ്കൻ ക്രിക്കറ്റ് അവരുടെ എന്താ പറയാ, പ്ലേയേഴ്സിന് അധികമായിട്ട് പരിക്കുണ്ടാകുന്നത് മൂലം അവരുടെ എന്താ പറയാ ഹെൽത്തിന്റെ കാര്യം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അവർ പരിഗണിച്ചിട്ടുണ്ട്. സോ അവർക്കൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ടെസ്റ്റിൽ പാസ്സായ ആൾക്കാർക്ക് മാത്രമേ ശ്രീലങ്കൻ ക്രിക്കറ്റ് NOC കൊടുത്തിട്ടുള്ളൂ. അപ്പൊ RCBയിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ RCBയുടെ നുവാൻ തുഷാരക്ക് ഇതുവരെ NOC ലഭിച്ചിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഗോയിങ് ടു പ്ലേ ദിസ് 2026 IPL ജസ്റ്റ് ബിക്കോസ് ശ്രീലങ്കൻ ക്രിക്കറ്റ് പുള്ളിക്ക് NOC കൊടുക്കാത്തത് കൊണ്ട്. ബട്ട് ഈശൻ മലിംഗക്ക് ആ ഒരു NOC ലഭിച്ചതുമാണ്. ആൻഡ് ഹീസ് ഗോയിങ് ടു പ്ലേ അഗെയിൻസ്റ്റ് ഹീസ് ഗോയിങ് ടു കം ആൻഡ് പ്ലേ ബിക്കോസ് പാറ്റ് കമ്മിൻസിന് ആദ്യത്തെ പാതി മത്സരങ്ങൾ കളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഈശൻ മലിംഗ ഇവരുടെ ടീമിന്റെ വലിയൊരു പാർട്ടായിരിക്കും. സോ ഒഫീഷ്യലി ഈശൻ മലിംഗ ആയിരിക്കും ഇവരുടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എലോങ് വിത്ത് ഹർഷൽ പട്ടേൽ. ആൻഡ് ഹർഷ് ദുബെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിലും he can bowl in the middle along with Zishan Ansari, and that gives them a pretty good team. But in a Chinnaswamy wicket, I don't think so. സ്പിന്നേഴ്സിന് അത്യാവശ്യം ടേൺ ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടും ടേൺ ഉണ്ടാവും. സോ ലിയാം ലിവിങ്സ്റ്റൺ, ജീഷൻ അൻസാരി ആൻഡ് ഹർഷ് ദുബെ, ഇവരുടെ 3 പേരുടെയും സ്പിന്നിൽ മിഡിൽ ഓവേഴ്സ് പിടിക്കാനായിട്ട് നല്ല രീതിയിൽ അവർ ട്രൈ ചെയ്യും. ആൻഡ് വി ക്യാൻ കം ടു ദ പാർട്ട് ഓഫ് RCB's പ്ലേയിങ് ലെവൽ. ഓഫ് കോഴ്സ് ഓപ്പണേഴ്സ് പറയേണ്ട കാര്യമില്ല. ഫിൽസാൾ and Virat Kohli are the openers. 1 down will be Devdutt Padikkal, 2 down will be Rajat Patidar, number 5 will be Tim David, 6 Jidesh Sharma, 7 Romario Shepherd, 8 Krunal Pandya, 9 will be Mangesh Yadav, 10 will be Josh Hazlewood, 11 will be Bhuvaneshwar Kumar, and 12 will be Sriyash Sharma. ഇതായിരിക്കും RCBയുടെ പ്ലേയിങ് 11 ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ബട്ട് ഐ ഹാവ് മേഡ് എ മിസ്റ്റേക്ക്. ഞാൻ ജോഷ് ഹേസൽവുഡിന്റെ പേര് പറഞ്ഞു. ആക്ച്വലി ജോഷ് ഹേസൽവുഡ് ടീമിനെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ ടീമിൽ ജോയിൻ ചെയ്തു. ബട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഷ് ഹേസൽവുഡ് റിക്കവറി ചെയ്തു വരുന്നതേ ഉള്ളൂ. ആദ്യത്തെ ഫ്യൂ മാച്ചസ് കളിക്കത്തില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഉള്ളത്. ആൻഡ് ടീമിന് ജോയിൻ ചെയ്ത് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കണം മേ ബി ജോഷ് നേരത്തെ വന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ സ്ട്രിക്ട് പോളിസീസ്. അവരുടെ പ്ലേയേഴ്സിനെ മച്ച് വാല്യുബിൾ അസറ്റ്സ് ആയിട്ട് തന്നെ കാണുന്നത് കൊണ്ട് തന്നെ അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു പ്ലെയർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആകാതെ ഇതുപോലുള്ളൊരു ഹൈ ഇന്റൻസ് ഗെയിമിലേക്ക് ഇറക്കി വിടാൻ ഒരിക്കലും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ജോഷ് ഹേസൽവുഡ് ആദ്യത്തെ 2-3 മാച്ചസ് കളിക്കാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ടും
ജേക്കബ് ഡഫി ആയിരിക്കും ജോഷ് ഹേസൽവുഡിന് പകരം കളിക്കാനായിട്ട് നല്ല ചാൻസ് ഉള്ളത്. നുവാൻ തുഷാര ഈസ് നോട്ട് അവൈലബിൾ. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ജേക്കബ് ഡഫി. ആൻഡ് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പിൽ ജേക്കബ് ഡഫി ഭയങ്കര ഫോമൗട്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പുള്ള ഒരു 12 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജേക്കബ് ഡഫി വാസ് മാൻ, ഈസ് ദ ബെസ്റ്റ്. സോ ജേക്കബ് ഡഫിയെ പോലൊരു ബോളർ RCB കൊണ്ടുവന്നതും അതിന്റെ പേരിലാണ്. ബട്ട് ഇന്ത്യൻ കണ്ടീഷൻസിൽ അദ്ദേഹം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ദ ന്യൂ RCB പിച്ച് ക്യാൻ ഗീവ് വണ്ടേഴ്സ് ഫോർ ഹിം. ബിക്കോസ് ഒരു കൊല്ലമായിട്ട് കളി നടക്കാതിരുന്ന ഒരു പിച്ച് ആൻഡ് നല്ല ഗ്രീനറി ഉള്ള പിച്ച് ആൻഡ് ഡെഫിനറ്റ്ലി നല്ല സീം മൂവ്മെന്റ് കിട്ടുന്ന പിച്ച്. യു ക്യാൻ ഗെറ്റ് സം സ്വിംഗ് ആൻഡ് ഹീസ് എ വെരി ടോൾ ബോളർ. സോ ഹീ ക്യാൻ ഡു സം വണ്ടേഴ്സ്, ഐ തിങ്ക് സോ. ആൻഡ് പിച്ചിന്റെ ഒരു മൂവ്മെന്റും കൂടെ കണക്കിലെടുത്ത് ജേക്കബ് ഡഫി തന്നെ ആയിരിക്കും ഇറങ്ങാൻ ചാൻസ് കൂടുതൽ. ആൻഡ് ഇതിന്റെ അകത്ത് കുറെ കോൺട്രവേഴ്സീസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജേക്കബ് ബെത്തലിന്റെ ഇന്ത്യക്കെതിരെയുള്ള ഇന്നിംഗ്, ആ ഒരു സെഞ്ചുറി അത് കണക്കിലെടുക്കുമ്പോൾ ജേക്കബ് ബെത്തൽ ടീമിന്റെ പ്ലേയിങ് ലെവനിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് പല എക്സ്പെർട്സും പറയുന്നുണ്ട്. ആൻഡ് ഫോർ ദാറ്റ് എനിക്ക് തോന്നിയിട്ടുള്ള ഓണസ്റ്റ് ഒപ്പീനിയൻ ഇതാണ്. കാരണം ആൻഡി ഫ്ലവർ പ്രീ ഓപ്ഷൻ ടൈമിൽ അവരുടെ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ, ആൻഡി ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCBയുടെ ഹെഡ് കോച്ച് ആണ്. അപ്പോൾ പുള്ളി പ്രീ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരോടും ചോദിച്ചൊരു ചോദ്യമാണ്, നമുക്ക് ബ്രോക്ക് ആവാത്തൊരു സാധനം എന്തിനു പൊട്ടിക്കണമെന്നുള്ളത്. അതായത് ഇവരുടെ പ്ലേയിങ് ലെവൻ ഓൾറെഡി സെറ്റാണ്. ഈ പ്ലേയിങ് ലെവൻ പൊട്ടിച്ചുകൊണ്ട് ഇവർക്ക് ഒരാളെ ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ജേക്കബ് ബെത്തലിനെ ഇപ്പോഴത്തേക്ക് അവർ കാണുന്നത് അവരുടെ ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടാണ്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു ഫിൽ സാൾട്ട് ഓർ ടിം ഡേവിഡ്, ജേക്കബ് ബെത്തൽ ക്യാൻ കം ഇൻ. അതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും RCB ഈസ് ഗോയിങ് ടു ഡു സം ബിഗ് ജോബ്. ആൻഡ് ചില എക്സ്പെർട്സ് ആൻഡ് ചില അനലിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജോഷ് ഹേസൽവുഡ് ഇല്ലാത്ത സമയത്ത് ദേ ക്യാൻ ബ്രിങ് ഇൻ ജേക്കബ് ബെത്തൽ സോ ദാറ്റ് ദേ ക്യാൻ ഇംപ്രൂവ് ദെയർ ബാറ്റിംഗ് ലൈനപ്പ്. ആൻഡ് അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വെച്ചിട്ട് അവരൊരു 250+ സ്കോർ അഴിച്ച് അത് ഡിപ്പെൻഡ് ചെയ്യിക്കാൻ നോക്കുക ഇപ്പോൾ ഉള്ളൊരു ബോളിംഗ് ഓപ്ഷൻ വെച്ചിട്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് മോർ സൂയിസൈഡ്. കാരണം ജോഷ് ഹേസൽവുഡിനെ പോലൊരു ബോളർ ഇല്ലെങ്കിൽ യു ഹാവ് ദാറ്റ് സ്റ്റഫ് ഇൻ ജേക്കബ് ഡഫി. മേ ബി 3 overs ഓഫ് ജേക്കബ് ഡഫി, ഹി ഈസ് നോട്ട് ഗുഡ്. 3 ഓവറെങ്കിലും ജേക്കബ് ഡഫിക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് അതിലൊരു വിക്കറ്റ് കിട്ടിയാൽ മതി. യു ഹാവ് ഭുവനേശ്വർ കുമാർ, യു ഹാവ് കൃണാൽ പാണ്ഡ്യ, യു ഹാവ് സുയേഷ് ശർമ്മ, യു ഹാവ് റൊമാരിയോ ഷെഫർഡ്. സോ ബാക്കപ്പ് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിനിടക്ക് ജേക്കബ് ഡഫിയെ പോലൊരു ബോളർ അല്ലെങ്കിൽ ജോഷ് ഹേസൽവുഡിനെ പോലൊരു ബോളർ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയൊരു വാക്കം സൃഷ്ടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു എൻ്റെ ബോളിംഗ് റൊട്ടേഷൻ തന്നെ മാറിപ്പോകും. ആൻഡ് ദാറ്റ് വിൽ കോസ് ദം റിയലി ബാഡ്. സോ ജേക്കബ് ഡഫി ഷുഡ് ഹാവ് ടു പ്ലേ ഇൻ ദിസ് 11. ആൻഡ് വേറെ ആരുടെ കാര്യം, മങ്കേഷ് യാദവ്. യാ, ഇറ്റ് ഈസ് കൺഫേം ദാറ്റ് യാഷ് ദയാൽ ഈസ് നോട്ട് ഗോയിങ് ടു പ്ലേ ദിസ് IPL ഫോർ സം പേഴ്സണൽ റീസൺസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹം കുറച്ച് കേസിലും കാര്യങ്ങളിലും ഒക്കെ പെട്ട് നിൽക്കുകയാണ്. സോ ഈ കൊല്ലത്തെ IPL യാഷ് ദയാൽ കളിക്കില്ല. ആൻഡ് ചിലർ പറയുന്നുണ്ട് റാസിഖ് ദർ സലാം ക്യാൻ റീപ്ലേസ് യാഷ് ദയാൽ ബിക്കോസ് റാസിഖ് കഴിഞ്ഞ കൊല്ലം മുതൽ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ്. റാസിഖ് ഈസ് പാർട്ട് ഓഫ് ദെയർ പ്ലാൻ. ബട്ട് മങ്കേഷ് യാദവ്, ഹീസ് എ ലെഫ്റ്റ് ആം പേസർ, ഹിസ് ആംഗിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ കൊല്ലം RCB പ്ലേയേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമാണ് യാഷ് ദയാലിന്റെ ഇമ്പോർട്ടൻസ്, ബിക്കോസ് ഹീസ് എ ലെഫ്റ്റ് ആം പേസർ. ഒരു ടീമിനെ T20 ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലെഫ്റ്റ് ആം പേസർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. Considering that in mind, RCB is going to play Mangesh Yadav and he is hitting the ball really well. He's in the back end, he is hitting the ball really well. So I will rate Mangesh Yadav ahead of Razik Dar Salam. And yeah, that's the 11. And ഈ കൂട്ടത്തിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോസ് ഈസ് ഗോയിങ് ടു പ്ലേ എ ബിഗർ റോൾ. ബിക്കോസ് ഡ്യൂ ഇല്ല എന്നാണ്, ഡ്യൂ കുറവായിരിക്കും, ഡ്യൂ ഉണ്ടാവില്ല എന്നാണ് ആൻഡി ഫ്ലവർ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് ആൻ RCB പിച്ച്, ഇറ്റ്സ് ആൻ RCB ഗ്രൗണ്ട്. സോ ചേസിംഗ് ടീമിന് ചാൻസ് ഭയങ്കര കൂടുതൽ തന്നെ ആയിരിക്കും, കൺസിഡറിങ് ദ ഡയമെൻഷൻസ് ഓഫ് ദി ഗ്രൗണ്ട് ആൻഡ് ദ ബാറ്റേഴ്സ് ഹു ആർ പ്ലേയിങ് ദെയർ. സോ എന്തായാലും ഇതൊരു നെക്ക് ടു നെക്ക് മാച്ച് ആയിരിക്കും. ഐ എം ഡാം ഷുവർ അബൌട്ട് ഇറ്റ്. ബട്ട് ടോസ് വിൻ ചെയ്ത് ബോളിംഗ് ചൂസ് ചെയ്യുന്ന ടീമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഈസ് ഗോയിങ് ടു വിൻ ദിസ് ഗെയിം. അതർവൈസ് ആർക്കാണ് ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് RCB ഈസ് ഗോയിങ് ടു ബാറ്റ് ഫസ്റ്റ്, they have a slight advantage because they have some, അവരുടെ ബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SRHന്റെ ബോളിങ്ങിനെ കാട്ടി കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ബോളിംഗ് ലൈനപ്പ് ആണ്. സോ
SRHന്റെ ബോളിംഗ് അവർക്ക് ഇപ്പോഴും ഒരു വീക്ക്നെസ് ആണ്. അവരത് ഓവർകം ചെയ്തിട്ടില്ല. ആൻഡ് RCBയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഇപ്പോഴും വെങ്കടേഷ് അയ്യർ ബെഞ്ച് ചെയ്തേക്കുകയാണ്. അതുപോലെ തന്നെ SRHന്റെ ബാറ്റിംഗ് ലൈനപ്പിൽ സ്മരൺ രവിചന്ദ്രൻ ആൻഡ് സലിൽ അറോറ. ഐ ഹാവ് ബെഞ്ച് ദം ആൻഡ് പ്രോബ്ലി ദ ടീം ഈസ് ഗോയിങ് ടു ബെഞ്ച്. ഇവരാരും മോശം പ്ലേയേഴ്സ് ആയതുകൊണ്ടല്ല ഇവരെ ബെഞ്ച് ചെയ്തേക്കുന്നത്. ബട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഓൾറെഡി ബ്രോക്ക് അല്ലാത്തൊരു കാര്യം ബ്രോക്ക് ആക്കാൻ ഒരു ടീമും ആഗ്രഹിക്കത്തില്ല. ഇറ്റ് നീഡ്സ് ടു ബി ലൈക്ക് ദാറ്റ്. ആൻഡ് ഇതാണ് എൻ്റെ ഒരു അനലിറ്റിക്സ്. ആൻഡ് പ്ലേയിങ് 11 എന്തായാലും രണ്ട് ടീമിന്റെ പ്ലേയിങ് 11 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് RCBയുടെ ഇമ്പാക്ട് സബ് വരുന്നത് സുയേഷ് ശർമ്മ ആൻഡ് ദേവദത്ത് പടിക്കൽ. ഇവർ രണ്ടുപേരായിരിക്കും ഇമ്പാക്ട് സബ് ആയിട്ട് വരാൻ പോകുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. രണ്ട് ടീമിന്റെയും പ്ലേയിങ് 11 ഡിസ്കസ് ചെയ്തു. ഞാൻ കുറച്ച് അധികമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വരും വീഡിയോസിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ഐ മീൻ മൈ അനലിറ്റിക്സ് ആർ ഫ്രം മൈ ഓൺ. ഞാൻ ഒരുപാട് അനലിറ്റിക്സ് കാണുന്ന ഒരാളാണ്. ആൻഡ് ഐ ഡിഡ്ന്റ് പിക്ക് എനി ഓഫ് ദം ഫ്രം ദം ബിക്കോസ് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ബേസിക്സിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് എന്റെ പ്ലേയിങ് 11 ആൻഡ് ഇതാണ് എന്റെ ഒരു സ്ട്രാറ്റജി. And I hope this is going to be working by the team as well. So നിങ്ങൾ ഡ്രീം 11 പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടീംസിലുള്ളത് പിക്ക് ചെയ്യാൻ നോക്കുക. മാക്സിമം യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ആൻഡ് പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ആർ വിരാട് കോഹ്ലി ആൻഡ് അഭിഷേക് ശർമ്മ. ഉറപ്പായിട്ടും ഇവർ രണ്ടുപേരെ ആയിരിക്കും എല്ലാവരും വാച്ച് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ ബോളിംഗ്, ഫോർ മീ കൃണാൽ പാണ്ഡ്യ ആൻഡ് ഹർഷ് ദുബെ. ഇവർ രണ്ടുപേരും ആയിരിക്കും ഇന്നത്തെ മാച്ചിൽ കുറച്ചുകൂടി ബോളിംഗ് എഫിഷ്യൻസി കാണിക്കാൻ പോകാന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഐ ഡോണ്ട് നോ, അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. MVP പറയാനായിട്ടൊന്നും ആയിട്ടില്ല മാച്ച് കഴിയാതെ. മാച്ചിന് ശേഷം എന്തായാലും ഒരു ഡീറ്റെയിൽഡ് അനലിറ്റിക് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ആൻഡ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.